അരവിന്ദ്, വളരെ മികച്ച രീതിയിൽ പോകുന്ന കേരളത്തിന്റെ ആരോഗ്യ സംവിധാനങ്ങൾ, ആരോഗ്യ രക്ഷാ സംവിധാനങ്ങളെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമം എന്ന സർക്കാരിന്റെ ഒരു ഭാഷ്യം, അതിനെങ്ങനെയാണ് KGMCTയെ കാണുന്നത്? നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? നമ്മൾ ഒരിക്കലും യോജിക്കുന്നില്ല. അദ്ദേഹത്തിന് വേറെ മാർഗമില്ലാതുകൊണ്ട് പറഞ്ഞാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടുത്തെ എൻട്രി കേഡർ ഡോക്ടർമാർ അവധി പോകുന്നതാണെന്ന്. അതിനുള്ള പ്രധാന കാരണം എൻട്രി കേഡറിലെ സാലറി വളരെ കുറവാണ്. അത് ഒട്ടും ആകർഷണീയമല്ല. ഒരു എൻട്രി കേഡറിൽ കിട്ടുന്നത് 2016 മുമ്പ് ജോയിൻ ചെയ്ത ഒരാൾക്ക് കിട്ടുന്നേക്കാളും വളരെയധികം കുറവാണ്. അതായത് നല്ലൊരു ഡിസ്ക്രിപ്പൻസി വന്നിട്ടുണ്ട്. അതായത് ബ്രോഡ് സ്പെഷ്യാലിറ്റിയിൽ 16,000 രൂപയുടെയും സൂപ്പർ സ്പെഷ്യാലിറ്റികളിൽ 22,000-ഓളം രൂപയുടെയും കുറവാണ് ഒരു പുതിയ പേ റിവിഷൻ കാരണം വന്നിട്ടുള്ളത്. അത് മാറ്റിയെടുത്താൽ തന്നെ ഒരു പരിധിവരെ കുറേ ഡോക്ടർമാർ ജോലിയിൽ പ്രവേശിക്കാൻ തുടരാൻ സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമത്തത്, ആവശ്യത്തിന് പോസ്റ്റുകളില്ല. അപ്പോൾ ആവശ്യത്തിന് പോസ്റ്റ് ഇല്ലാതെ വരുമ്പോൾ സംഭവിക്കുന്നത് ഉള്ളവരുടെ ജോലി ഭാരം വല്ലാണ്ട് കൂടും. പക്ഷേ അത്രയും ജോലി എടുത്തു കഴിഞ്ഞാലും ഒരു തരത്തിലുള്ള ഒരു പരിഗണനയും കിട്ടത്തില്ല. ജോലി ചെയ്യുന്നവർ കൂടുതൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ കുറ്റവും അയാളുടെ തലയിൽ വയ്ക്കുക എന്നുള്ള സിറ്റുവേഷനാണ്. അതേ പ്രശ്നമാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസും നേരിടുന്നത്. അദ്ദേഹം വേറൊരു മാർഗവുമില്ലാതെ അദ്ദേഹം പ്രതികരിച്ചു. അദ്ദേഹം ഇപ്പോൾ അതിനെ രാഷ്ട്രീയമായി ചിലർ ഉപയോഗിക്കുന്നതുകൊണ്ട് മുഖ്യമന്ത്രി പ്രതികരിച്ചതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ എന്നാൽ തന്നെയും ഡോക്ടർ ഹാരിസിനെ ഒരു തരത്തിലും ക്രൂശിക്കുന്നതിനോട് സംഘടന യോജിക്കുന്നില്ല. ഇവിടുത്തെ ഉള്ള പ്രശ്നങ്ങൾ മാറ്റണം. അതായത് എൻട്രി കേഡർ സാലറി കൂട്ടിയാൽ തന്നെ കുറേ കൂടി ആൾക്കാർ കിട്ടും. നമുക്ക് ആവശ്യത്തിന് പോസ്റ്റുകൾ ആവശ്യമുണ്ട്. മൂന്നാമത്തെ കാര്യം, ഇവിടുത്തെ രോഗികളുടെ ബാഹുല്യമാണ്. രോഗികളുടെ എണ്ണം ഇരട്ടിയോളമായിട്ടുണ്ട്. എന്നാലും പോസ്റ്റുകൾ അതിനാവശ്യമായി കൂടിയിട്ടില്ല. നാമമാത്രമായി കഴിഞ്ഞ 2 കൊല്ലത്തിൽ കൂടിയിട്ടുണ്ട്. പക്ഷെ അത് ഒന്നിനും തികയുന്നില്ല. ഇന്ന് ഡോക്ടർ അരവിന്ദ് ഒരു പത്ര റിപ്പോർട്ട് കണ്ടത് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലെ സീറ്റുകൾ നിലനിർത്താൻ അതിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട് പിഴ ഈടാക്കിയിട്ടുണ്ട്. അങ്ങനെ പിഴ അടച്ചാണ് നമ്മൾ ഈ സീറ്റുകൾ തന്നെ നിലനിർത്തിയിരിക്കുന്നത് എന്നാണ്. ആ കാര്യമൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകുമല്ലോ. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഇങ്ങനെ അഹോരാത്രം ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്ക് അവർക്ക് കൃത്യമായ ശമ്പളം നൽകുകയും അവരെ നല്ല രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ ഗുരുതരമായ മറ്റ് ചില സാഹചര്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങളും ഇന്നത്തെ പല പത്രങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന്, ഈ പല ഉപകരണങ്ങളും അത് ഒരിക്കൽ മാത്രം പുനരുപയോഗ സാധ്യതയില്ലാത്ത പല വളരെ സെൻസിറ്റീവായിട്ടുള്ള പല എക്യുപ്മെൻറ്റ്സും അത് രോഗികൾ രണ്ടാമത് ഉപയോഗിക്കാൻ അവർ നിർബന്ധിതരാകുന്നു. അല്ലെങ്കിൽ ഒരു രോഗിക്ക് ഉപയോഗിച്ച സിറിഞ്ച് അടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ട്യൂബ് അടക്കമുള്ള കാര്യങ്ങൾ മറ്റൊരു രോഗിക്ക് ഉപയോഗിക്കുന്നു. ഇത്തരത്തിൽ വളരെ അപകടകരമായ രോഗികൾക്ക് അറിയാത്ത, അവരെ പറ്റിക്കുന്ന വളരെ അപകടകരമായ പല രീതികളും ഈ മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടെന്നാണ്. KGMCTയെ ഈ കാര്യങ്ങളൊക്കെ, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിവുണ്ടോ? ഈ DME എന്ന് പറയുന്ന സംവിധാനം എന്താണ്, അവിടെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇപ്പോൾ ഞാൻ വായിച്ച റിപ്പോർട്ടുകളിൽ ചിലത് ഡയാലിസിസ് ഫ്ലൂയിഡ്, ഡയലൈസർ ട്യൂബ്, കത്തീറ്റർ, ഇതൊക്കെ തന്നെ അവിടെ 3, 4, 5 തവണ ഉപയോഗിക്കുന്നു. അതിന് രോഗികളിൽ നിന്ന് പ്രത്യേകം പണം ഈടാക്കുന്നു എന്നൊക്കെയാണ്. അപ്പോൾ രോഗികളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലെ വീഴ്ച, ശുചിത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പിന്നെ ഈ HIV പോലെയുള്ള സാധ്യതകൾ, അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കകൾ, ഇതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇതിനൊക്കെ പരിഹാരം കാണാൻ എന്തെങ്കിലും ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ? ഇത് പൂർണ്ണമായി ശരിയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായി വൃത്തിയാക്കി സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നില്ല. പക്ഷേ വളരെ വില കൂടിയ ചില കൺസ്യൂമബിൾസ് ഉണ്ട്. അത് 40,000, 50,000 രൂപ വിലയുള്ള കൺസ്യൂമബിൾസ് ഉണ്ട്. പക്ഷെ അത് വൃത്തിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് നമ്മൾ വളരെ നന്നായി ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് റീയൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അത് യാതൊരു തരത്തിലും രോഗിക്ക് അണുബാധ HIV-യോ HBCG-യോ വരുന്ന രീതിയിലുള്ള അതിന് സാധ്യതയുള്ള യാതൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ കഴിയുന്നതും കൺസ്യൂമബിൾസ് റീയൂസ് ചെയ്യാതിരിക്കാനാണ് നോക്കുന്നത്. ട്യൂബിങ്സ് ഒക്കെ മിക്കവാറും ഒരിക്കലും റീയൂസ് ചെയ്യാറില്ല. കാരണം വെച്ചാൽ ട്യൂബിങ്സ് വളരെ കുറച്ച് ട്യൂബിങ്സ് മാത്രമേ നമുക്ക് നല്ലവണ്ണം ശുചിയാക്കി സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അത് റീയൂസബിൾ ആയിട്ടുള്ള കുറച്ച് ട്യൂബിങ്സ് ഉണ്ട്, അത് മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. അതായത് ലാപ്രോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്ന ചില ഇൻസഫിഷ്യൻ ട്യൂബിങ്സ് അതുപോലുള്ളത് മാത്രമേ റീയൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് മാത്രമേ നമ്മൾ റീയൂസ് ചെയ്യുന്നുള്ളൂ. അല്ലാത്തത് റീയൂസ് ചെയ്യാതിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ അത് വളരെ അപകടമാണ്. നമുക്ക് ചില ട്യൂബിങ്സ് നല്ലവണ്ണം കഴുകി നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അത് വളരെ കുറവ് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, അല്ലാത്തതൊന്നും ഉപയോഗിക്കുന്നില്ല. ശരി, ഈ രോഗികളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഈ അറ്റകുറ്റപ്പണികളില്ലാത്തത്, കൺസ്യൂമബിൾസ് ഇല്ല,
മാത്രമല്ല ഉപകരണങ്ങളുടെ കൃത്യമായ കണക്ക് ഡയറക്ടറേറ്റിൽ ഇല്ല, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളോ? ഇത് കണക്ക് എല്ലാം DME ഓഫീസിലുണ്ട്. ഇതെല്ലാം ക്ലറിക്കൽ ലെവലിലുള്ള ഇഷ്യൂസാണ്. വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ കൃത്യമായി ക്രോഡീകരിച്ച് കണക്ക് സൂക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. എല്ലാ ഫയലുകളും DME ഓഫീസിലും ബാക്കി കോളേജ് ഓഫീസിലുണ്ട്. പക്ഷേ ക്ലറിക്കൽ ലെവലിൽ വരുന്ന ഇഷ്യൂ അത് ഒരിക്കലും ക്രോഡീകരിച്ച് അതിനെ കൃത്യമായ കണക്ക് വയ്ക്കുന്നില്ല. പിന്നെ കൺസ്യൂമേഴ്സ് പ്രൊക്യൂർമെൻറ്റ് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ നമ്മൾ ഒരു പ്രധാന എക്യുപ്മെൻറ്റ് വാങ്ങിക്കുന്നതിനേക്കാൾ വളരെ ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഒരു കൺസ്യൂമബിൾ വാങ്ങിക്കുക എന്നുള്ളത്. കാരണം വെച്ചാൽ പലപ്പോഴും കൺസ്യൂമേഴ്സിന് ഇപ്പോഴത്തെ രീതിയിൽ കൺസ്യൂമേഴ്സ് വളരെ വില കൂടുതലാണ്. വളരെ കുറച്ച് പ്രാവശ്യം മാത്രമേ കൺസ്യൂമേഴ്സ് ഉപയോഗിക്കാൻ പറ്റൂ. പല കൺസ്യൂമേഴ്സ് ഒരിക്കൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം പ്രൊക്യൂർ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ഒരു കമ്പനിയുടേത് വേറൊരു കമ്പനിയുടെ ഒരിക്കലും കോമ്പാറ്റബിൾ ആകത്തില്ല. അപ്പോൾ ഈ വില കൂടിയ മെഷീൻ വാങ്ങിക്കുമ്പോൾ അതുപോലെ തന്നെ ഈ വില കൂടിയ കൺസ്യൂമേഴ്സും വാങ്ങിക്കേണ്ടി വരുന്നുണ്ട്. അത് നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ വേറെ മാർഗ്ഗമല്ല. അത് പലപ്പോഴും രോഗികളെ കൊണ്ട് വാങ്ങിപ്പിക്കേണ്ടി വരാറുണ്ട്. അതില്ലെന്ന് പറയുന്നില്ല. നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഈ കൺസ്യൂമേഴ്സ് വാങ്ങിച്ച് കിട്ടുന്നതിലാണ്. പലപ്പോഴും അത് മാസങ്ങളോളം എടുക്കും, മാസങ്ങളോ വർഷങ്ങളോ എടുക്കും. ഇപ്പോൾ ഡോക്ടർ ഹാരിസിൻ്റെ ഇഷ്യൂലുണ്ടായതും ഏകദേശം അതേ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്.